കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുക. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തയേശുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പരിച്ഛേദന എന്ന വിഷയം നമുക്ക് പഴയ നിയമം മുതലേ കാണുവാൻ കഴിയും. അബ്രഹാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പരിച്ഛേദന എന്ന് പറഞ്ഞ ഒരു പ്രമാണമല്ല, അതൊരു അന്ന് ചെയ്തു വന്നിരുന്നൊരു പ്രവൃത്തി ആയിട്ട് കാണാൻ കഴിയും. പിന്നെ ഇതൊരു പ്രമാണമായിട്ട് വരുന്നത് മോശയുടെ കാലഘട്ടത്തിലാണ്. മോശയുടെ മകനെ മോശയുടെ ഭാര്യ നടത്തുന്ന പരിച്ഛേദന, ആ ഒരു മേഖല, ദൈവത്തിൻ്റെ ന്യായവിധി അവനിൽ നിന്ന് മാറാൻ വേണ്ടി അന്ന് നടത്തുന്ന, അതൊരു പിന്നത്തേതിൽ ഇങ്ങോട്ട് അതൊരു കർമ്മമായിട്ട്, ഇല്ലെങ്കിൽ ഒരു ആചാരാനുഷ്ഠാനം പോലെ അത് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുന്ന സമയത്ത് ദൈവത്തോടൊരു മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെന്ന ഗണത്തിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടി യഹൂദന്മാർക്ക്, പ്രത്യേക പുരുഷന്മാർക്ക് വെച്ചിരുന്നൊരു പ്രമാണമാണ് പരിച്ഛേദന. പക്ഷേ പുതിയ നിയമത്തിൽ ഇതെങ്ങനെയാണ് ഇതിനെ ക്രമീകരിച്ചത്? അപ്പം ആദിമ ക്രൈസ്തവ വിശ്വാസികൾ എന്ന് പറയുന്ന യഹൂദന്മാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു പാരമ്പര്യ ആചാരത്തിൽ നിന്ന് മാറാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റ് ജാതികളിൽപ്പെട്ട പുതിയ ആൾക്കാർ ആലയത്തിലേക്ക് കടന്നപ്പോൾ അവരും ഇത് ചെയ്യണമെന്നുള്ള ചിന്തകളൊക്കെ അന്ന് സ്തോത്രം പറഞ്ഞിരുന്നു. അതിനുവേണ്ടി അന്ന് വന്നിരുന്ന ജനത്തെ നിർബന്ധിച്ചിരുന്നൊക്കെ ചിന്തകൾ, ചരിത്രത്തിലെ ആശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൗലോസ് പറയുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല. പുറമേയുള്ള അഗ്രചർമ്മത്തിലോ പരിച്ഛേദനയിലോ അല്ല കാര്യം, ഹൃദയ പരിച്ഛേദന അത്രേ കാര്യം എന്ന് പഠിപ്പിച്ച സ്തോത്ര അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളുണ്ട്. അതിലൊരു ലേഖനമാണ് കൊലോസ്യർക്കെഴുതിയ ലേഖനം. ഇതിൽ പറയുന്നു, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. അപ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണമാണ് ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞത്. അപ്പോൾ അതിൽ കൂടെ സംഭവിച്ചെന്നത് കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന നമുക്ക് ലഭിച്ചു. അപ്പം പഴയ നിയമത്തിൽ അഗ്രചർമ്മം പരിച്ഛേദന എന്നൊക്കെ പറയുന്ന ഒരു പ്രവൃത്തിയാണ്, ഇതൊരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ സകല മനുഷ്യകുലത്തിനും ഒരു സ്തോത്രം എന്ത് ചെയ്തു? പരിച്ഛേദന ലഭിച്ചു. അത് പുറമേയുള്ള പരിച്ഛേദനയല്ല, അകത്തളങ്ങളിൽ ഹൃദയത്തിൻ്റെ വ്യത്യാസം, ഹൃദയത്തിൻ്റെ രൂപാന്തരം. അപ്പം പുറമേയുള്ളതിനല്ല നമുക്ക് വ്യത്യാസം വരേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ, ഒരാൾ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, മാനസാന്തരപ്പെട്ടുവെങ്കിൽ, സ്നാനപ്പെട്ടുവെങ്കിൽ, ആത്മാഭിഷേകം പ്രാപിച്ചുവെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. അതിനെയാണ് ഹൃദയ പരിച്ഛേദന എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തയാണ്, സ്തോത്രം, പുറമേയുള്ള പ്രവർത്തികൾ കൊണ്ടുള്ള പരിച്ഛേദനയല്ല ദൈവഭക്തി വരേണ്ടത്. ദൈവിക ഇടപെടൽ നടക്കേണ്ടത് അത് ഹൃദയത്തിനകത്തു നിന്നാണ്. വരുമ്പോൾ മാത്രമേ സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം അതിനകത്ത് വെളിപ്പെടുകയുള്ളൂ. അത് നമ്മൾ നിശ്ചയമായിട്ടും തിരിച്ചറിയുക തന്നെ വേണം. അതുകൊണ്ട് ഒരു ദൈവിക രൂപാന്തരത്തിന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ വരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചിറകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കൃപയും കരുണയും കണ്ട് സന്തോഷിപ്പാനുള്ള അവസരങ്ങൾ നൽകിയാട്ടെ. സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.